CJ റോയ് സാറ്, നമ്മുടെ റോയ് ചേട്ടൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ 9 പേജുള്ള ലെറ്റർ, അത് സൂയിസൈഡൽ നോട്ടായിട്ടാണ് മാധ്യമങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ബിസിനസ് മാൻ അവനെപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും. അവനെൻ്റെ കാര്യങ്ങൾ, മനുഷ്യനാണ്, മനുഷ്യൻ്റെ ജീവിതമാണ്. ആ ജീവിതം ഏത് നിമിഷവും ഏത് രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുള്ള വ്യക്തിയാണ്. നിരന്തരം ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് ഒരു സൂയിസൈഡ് നോട്ടായിട്ട് ഇപ്പോൾ ചിത്രീകരിക്കുന്നത്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കമ്പനി എങ്ങനെ മുന്നോട്ട് പോകണം, ഈ കമ്പനിയെ എങ്ങനെ നിങ്ങൾ നയിക്കണം, ഇത് തൻ്റെ കുടുംബത്തിനുള്ള ഒരു ഉപദേശമാണ്, വ്യക്തമായ ഉപദേശമാണത്. ഇവിടെ എല്ലാ ബിസിനസ്സുകാരും ഇത് സൂയിസൈഡ് നോട്ട് എന്നല്ല പറയുക, ഇതിന് മറ്റൊരു പേരാണ് പറയുക. അത് എന്തുകൊണ്ടെന്നാൽ, ഒരു ബിസിനസ്മാൻ അറിയാം, ഏതൊരു ബിസിനസ്മാൻ, ഇപ്പോൾ ഇനി കേരള മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇവിടെ നമുക്ക് അഡീഷണൽ സ്റ്റാഫുകളുണ്ട്, സെക്രട്ടറിമാരുണ്ട്. അവർ നമ്മുടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ മരിച്ചോളും, ഉദ്യോഗസ്ഥർ നോക്കിക്കോളും. ഇവിടെ ഒരു ബിസിനസ് ഓണർ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവരുടെ കുടുംബം അത് ഏറ്റെടുത്ത് നടത്തണം. അതിന് അനന്തരാവകാശി ആയിരിക്കണം എന്നുള്ളത് വ്യക്തത വേണം. അപ്പോൾ അത് ഒരു സൂയിസൈഡൽ നോട്ടല്ല. മാധ്യമങ്ങൾക്ക് എന്തോ കാര്യങ്ങളുണ്ട്. സൂയിസൈഡൽ നോട്ട് എന്തിനാണ് BJPയെയും കേന്ദ്ര ഏജൻസികളെയും ഈ മുൾമുനയിൽ നിർത്താൻ വേണ്ടി നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഈ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്? ഇതിൻ്റെ അകത്ത് മറ്റെന്തൊക്കെയോ കളികളുണ്ട്. ഇത് കേന്ദ്ര ഏജൻസിയുടെ മാത്രം ഇടപെടൽ കൊണ്ട് സംഭവിച്ച കാര്യമല്ല. ഞാനൊന്ന് കാര്യം ചെയ്യും, ഈ കേന്ദ്ര ഇടപെടൽ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി കടന്നു വന്നതുകൊണ്ട് താൻ എന്തെങ്കിലും തരത്തിലുള്ള പണങ്ങൾ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ, ആ പണങ്ങൾ ചില രാഷ്ട്രീയ താല്പര്യമുള്ള ചില ആളുകൾക്കാണ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അത് വലിയ എമൗണ്ടുകളാണെങ്കിൽ, ഇത് കണ്ടെത്തിയാൽ പ്രശ്നമല്ലേ? അപ്പോൾ കേരളത്തിൽ നിന്ന് എന്തിനാണ് ED സഖ്യം ബാംഗ്ലൂർ പോണേ? അവിടെ ഇല്ലേ? അല്ലെങ്കിൽ ഇനി കേന്ദ്രത്തിൻ്റെ കയ്യിൽ വേറെ സ്ഥലത്ത് നാളെ വിടാലോ? ഈ കേരളത്തിൽ നിന്ന് പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഇതാണ് ക്ലിക്കാവാത്ത സംഭവം. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ മറയ്ക്കാൻ എന്തൊക്കെയോ അവർ ധൃതി പിടിക്കുന്നു, ചിലതൊക്കെ മറയ്ക്കാൻ ശ്രമിക്കുന്നു.